മലബാറിലെ ചരിത്ര പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രത്തിൽ വിഷുക്കണി കണ്ട ഭക്തർ. ബിജെപി സംസ്ഥാന അധ്യക്ഷനും വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ക്ഷേത്ര ദർശനം നടത്തി. തിരുനെല്ലിയിൽ നിന്നും തത്സമയം അർജുൻ ചേരുകയാണ്. അർജുൻ, വിഷു പുലരിയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലാണ്. അതായത് വടക്കേ മലബാറിലെ പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാവിലെ തന്നെ വലിയ തിരക്കാണ് ഈ അമ്പലത്തിൽ അനുഭവപ്പെടുന്നത്. ഏകദേശം 4 മണിയോടുകൂടി ആളുകളൊക്കെ ഇവിടെ എത്തി. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ആളുകൾ തമ്പടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതായത് ഇവിടെ വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിലെ പൂജകളടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടെ തമ്പടിച്ചിരുന്നു. രാവിലെയും നിരവധി പേരാണ് എത്തിയത്. വിവിധ ദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും മാത്രമല്ല വിവിധ ദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തുകയാണ്. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീരാമനുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെയുള്ള സ്ഥലമാണിത്. അതായത് പിതൃതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട്. ശ്രീരാമൻ ദശരഥനായിട്ടുള്ള പിതൃതർപ്പണം നടത്തിയത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു. അത്തരത്തിലുള്ള വലിയ ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നേരത്തെ തന്നെ നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ നിരവധി പേരെ നമുക്ക് ഇവിടുന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിരവധി പേരാണ് ഇവിടെയുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അമ്പലത്തിൽ വന്നു, ദർശനം കിട്ടി, വിഷുക്കണി കണ്ടു, പിന്നെ എല്ലാം നന്നായിരുന്നു. ഞങ്ങൾ മാനന്തവാടി ഞങ്ങൾ കുടുംബസമേതം വന്ന് ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്തു. ഞങ്ങൾ ഒത്തിരിയായി. അപ്പം നേരത്തെ റൂം ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് ചെയ്ത് വന്ന് ഇപ്പം വിഷുക്കണി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു എക്സ് സർവീസ് ഓഫീസറാണ്. എല്ലാ വർഷവും ഇല്ല, എല്ലാ വർഷവും വരാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് വരുന്നത്. അതായത് വയനാട്ടിൽ നിന്ന് മാത്രമല്ല, അല്ലാതെ പുറമേ നിന്നും വരുന്നവരുണ്ട്. നിരവധി പേരുണ്ട്. എവിടുന്നാണ് വരുന്നത്? ഞാനിവിടുത്തെ ഇവിടെ തന്നെയാണ് ക്ഷേത്ര. അതെ, ജീവനക്കാരനാണ്. അതെ, നമുക്ക് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയായിരുന്നു. അതെ, നമ്മുടെ പിന്നെ തൊഴുത് വരികയാണ്. എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി. 3 ദിവസം തുടർച്ചയായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ നന്നായി കഴിഞ്ഞു. ഇന്ന് രാവിലെ 5:30യോട് കൂടിയിട്ടാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞത്. എല്ലാവരും നല്ല സംതൃപ്തരാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നുള്ള നിലയ്ക്ക് ഇന്നലെ വൈകിട്ട് ഒരു മഴ പെയ്തോട് കൂടിയിട്ട് ഒരു വല്ലാത്തൊരു അന്തരീക്ഷം, ചൂടായ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ എല്ലാവരെയും തണുപ്പിച്ച് നല്ലൊരു അന്തരീക്ഷത്തോട് കൂടിയിട്ട് വിഷുക്കണി കാണാനുള്ളൊരു മനഃസ്ഥിതി ഉണ്ടാക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ്. ഈ വിഷുവിനോടനുബന്ധിച്ചാണോ ഇവിടുത്തെ ഉത്സവങ്ങൾ? തീർച്ചയായിട്ടും വിഷുവിനോടനുബന്ധിച്ചാണ്. വർഷത്തിലൊരിക്കൽ, അതായത് സപ്താഹത്തോടു കൂടി ഏപ്രിൽ 4 സപ്താഹം തുടങ്ങും. അത് 10-ാം തീയതി അവസാനിക്കും. അതിനുശേഷം 11-ാം തീയതി മുതൽ വിഷു ആഘോഷം ആരംഭിക്കും. 13-ാം തീയതി പുലർച്ചെ വിഷുക്കണിയോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ 11, 12, 13 തീയതികളിൽ പിന്നെ വിവിധ ക്ഷേത്രകലകളും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കായിട്ട് സ്റ്റേജിൽ മറ്റ് സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും, പ്രത്യേകിച്ചിട്ട് തിരുനെല്ലി എടുത്തു പറയത്തക്ക വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിലും ഇവിടുത്തെ 60% വരുന്ന പിന്നെ ആദിവാസികളായിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ മറ്റ് എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ, എല്ലാ കുട്ടികൾക്കും അവരുടെ കലാരൂപങ്ങൾ കൃത്യമായിട്ട് നമ്മളെ അവതരിപ്പിക്കാൻ സ്റ്റേജ് കൊടുക്കുകയാണ്. കുടകിൽ നിന്ന് പോലും, ഈവൻ ഇപ്പോൾ വന്നിരിക്കുന്ന തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്ന് പോലും അരങ്ങേറ്റത്തിന് പിന്നെ കലാകാരന്മാരും കലാകാരികളും എത്തിച്ചേരുന്നൊരു സ്ഥലമാണ്. അത് വർഷത്തിലും ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇക്കൊല്ലം വളരെ ഭംഗിയായ കാര്യങ്ങൾ. തീർച്ചയായും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തും. എല്ലാ വർഷവും ഇത്തരത്തിൽ ബലിതർപ്പണത്തിനായിട്ടടക്കം നിരവധി പേരാണ് എത്തുന്നത്. രാവിലെ കെ സുരേന്ദ്രൻ, അതായത് BJP സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ NDA വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ രാവിലെ വന്നിരുന്നു. തൻ്റെ പത്നിയോടൊപ്പമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്ന് രാവിലെ തന്നെ ദർശനം നടത്തി വിഷുക്കണി കണ്ടതിന് ശേഷമാണ് ഇവിടെ നിന്നും തിരിച്ച് മടങ്ങിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് പറയാൻ കഴിയുന്ന 1000-ലേറെ ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ തന്നെ വലിയ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇത്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം, ഗുരുവായൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കേ മലബാറിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. മാനന്തവാടിയിൽ നിന്നും അടുത്തുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. നിരവധി പ്രമുഖരാണ് ഇവിടേക്ക് ഓരോ വർഷവും ഈ ഭഗവാനെ കാണുവാൻ ഒഴുകിയെത്തുന്നത്. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വിവിധ ജില്ലകളിൽ നിന്നടക്കം നിരവധി ഭക്തരും ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്.